ഹലോ ഗായ്സ്, എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു. ബിഗ് ബോസിലും അതുപോലെ തന്നെ അവിടെ മൊത്തത്തിൽ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഭയങ്കരമായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ എടുത്തു പറയേണ്ടത് നമ്മളെല്ലാവരും ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോടെയാണ്. അപ്പോൾ ജിൻഡോ കളിച്ച ഡാൻസിൻ്റെ പാട്ടെന്ന് പറയുന്നത് ഇതായിരുന്നു. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടോ തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടോ കണ്ടില്ല, മുള്ളാളേ വിരൽ മുറിഞ്ഞു, മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. അപ്പോൾ ഈ പാട്ടിനായിരുന്നു നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ അപ്സരയും കൂടെ ഡാൻസ് കളിച്ചത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ജിൻഡോയുടെ ഡാൻസ് കണ്ടപ്പോൾ ഒരുപാട് സത്യം പറഞ്ഞാൽ ചിരിയാണ് തോന്നിയത്. അതുപോലെ തന്നെ പുള്ളിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഡാൻസ് കളിക്കാനൊന്നും വലുതായിട്ട് അറിയില്ല, പക്ഷേ പുള്ളി ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട് ഡാൻസ് കളിക്കാനായിട്ടൊക്കെ. അപ്പോൾ ആ ഒരു ഡാൻസിങ്ങിൽ തന്നെ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം തോന്നി. പുള്ളി ആ ഒരു ഡാൻസ് കളിക്കുന്നതും അതുപോലെ തന്നെ അപ്സരേനെ എടുത്ത് പൊക്കുന്നതും ആ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ ഒരുപാട് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരും ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ തന്നെ അങ്ങനെ ലാലേട്ടനോട് എല്ലാവരും വിഷസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ലാലേട്ടന് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമയെക്കുറിച്ച് പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതിൽ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള സിനിമയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിൽ നമ്മുടെ ജിൻഡോയുടെ ആ ഒരു അവസരം വന്നപ്പോൾ ജിൻഡോയുടെ ലാലേട്ടൻ അങ്ങോട്ട് പറയുകയായിരുന്നു, ജിൻഡോ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നല്ലോ, ജിൻഡോ ഇപ്പോൾ നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ജിൻഡോയെ എന്താ പറയുക, ജിൻഡോയുടെ ഡാൻസ് പെർഫോമൻസിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ വേറെ ആരുടെ അടുത്ത് ലാലേട്ടൻ അങ്ങനെ ഒരു സംഭവം ഒന്നും തന്നെ പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ ജിൻഡോയുടെ അടുത്ത് അങ്ങോട്ട് ലാലേട്ടൻ പറഞ്ഞു ജിൻഡോയുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ജിൻഡോ പറഞ്ഞത് കഴിഞ്ഞ വർഷം വരെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്കും ഇപ്പോൾ മെയ് 21-നാണെന്നറിയാം. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ലാലേട്ടൻ്റെ ബർത്ത്ഡേ വിഷസ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ വർഷം ലാലേട്ടനോട് നേരിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അവസരമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജിൻഡോ ഭയങ്കരമായിട്ട്, ആരും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഒന്നും തന്നെ പറഞ്ഞില്ല. പക്ഷേ ജിൻഡോ പറഞ്ഞു, സത്യസന്ധമായിട്ട് പുള്ളി പറഞ്ഞു. അതാണ് ആ ഒരു ജിൻഡോയുടെ ആ ഒരു എന്താ പറയുക, ഒരു സത്യസന്ധത എന്ന് പറയുന്നത്. പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു അല്ലേ. കഴിഞ്ഞ വർഷം വരെ സോഷ്യൽ മീഡിയയിലൂടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഒരാൾ ഈ വർഷം പുള്ളിക്ക് ലാലേട്ടനോട് നേരിട്ട് ബർത്ത്ഡേ വിഷസ് പറയാൻ പറ്റി. അതിൽ പുള്ളി ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ആറാം തമ്പുരാനാണ്. അതിൽ കുറേയധികം ഡയലോഗൊക്കെ ഭയങ്കര കിടിലനായിട്ട് പറഞ്ഞു. ആ ഒരു ഡയലോഗൊക്കെ കേട്ടപ്പോൾ ലാലേട്ടനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ലാലേട്ടന് ചിരിയും വരുന്നുണ്ട്. കാരണം ഈ ഡയലോഗൊക്കെ പുള്ളി കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രീതിയിൽ ലാലേട്ടനോട് ആ ഒരു സിനിമയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിലെ 2-3 ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ലാലേട്ടൻ എല്ലാവരോടും ഭയങ്കര സ്നേഹത്തിലൊക്കെ പെരുമാറി. അതുപോലെ തന്നെ അവർക്ക് ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ ആ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കേക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടുള്ള എപ്പിസോഡായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ജിൻഡോയുടെ ഡാൻസ് തന്നെയാണ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ കുറേയധികം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യലായിട്ട് 2 ഗസ്റ്റുകളുണ്ടായിരുന്നു. നമ്മുടെ രഞ്ജിനി ഹരിദാസും അതുപോലെ തന്നെ നമ്മുടെ വിജയ് യേശുദാസും ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് അങ്ങനെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ എല്ലാം ഭയങ്കര സന്തോഷത്തോടു കൂടിയൊക്കെ അവസാനിച്ചു. ഇനിയിപ്പോൾ നാളെയാണ് നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്, അതായത് എലിമിനേഷൻ പ്രക്രിയ, അതായത് എവിക്ഷൻ നടക്കുന്നത് നാളെയാണ്. അപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അപ്സരയും അതുപോലെ തന്നെ നമ്മുടെ റസ്മിനും ഔട്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡൊക്കെ ഓൾറെഡി ഇന്നലെ തന്നെ ഇതിൻ്റെ അതായത് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നിപ്പോൾ കാണിച്ചത്. അതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡായിട്ട് നാളെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലായിരിക്കും അപ്സരയും അതുപോലെ തന്നെ നമ്മുടെ റസ്മിനും എവിക്റ്റ് ആവുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്നാലും ഇനി നമ്മൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നാളത്തെ ആ ഒരു സംഭവബഹുലമായ ആ മുഹൂർത്തങ്ങളും ആ രംഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാരണം
അപ്സരയും റസ്മിനും പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജാസ്മിന് ബോധം കെട്ട് വീഴാതിരുന്നാൽ കൊള്ളാം. കാരണം റസ്മിൻ പോവുകയാണ്. ജാസ്മിൻ്റെ വലങ്കയും ഇടങ്കയും എന്നൊക്കെ പറഞ്ഞ പോലെ നിന്നിരുന്ന ആൾക്കാരാണ് ഗബ്രിയും റസ്മിനും ഒക്കെ. അതിൽ ഗബ്രി ഓൾറെഡി പോയി. അതിനുശേഷം പിന്നെ ഒരു ആശ്വാസത്തിനായിട്ട് നമ്മളെ റസ്മിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റസ്മിനും നാളെ പോവുകയാണ്. അപ്പോൾ ജാസ്മിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം. അപ്പോൾ എന്തായാലും നാളത്തെ ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. പിന്നെ ഒരു സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ട്സ്റ്റാറിലെ ലൈവ് കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു സങ്കടം. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ട എപ്പിസോഡുകൾ തന്നെയാണ് ഇപ്പോൾ ലൈവായിട്ട് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നാളത്തെ രാത്രിയിലത്തെ ആ ഒരു എവിക്ഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെയും ലൈവ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ടാസ്കുകളൊക്കെ ആയിരിക്കും. ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ആ ഒരു ഗംഭീരമായ ടാസ്ക്, അതൊക്കെ കാണാനും അതിൻ്റെ ഫൈറ്റും ആ ഒരു ഗെയിമും എല്ലാം കാണാൻ നമ്മൾ പ്രേക്ഷകർ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയുടെ ഇന്നത്തെ ഡാൻസ്, അതായത് നമ്മുടെ ജിൻഡപ്പൻ്റെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.